ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പാപികളായ മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് കുരിശിൽ മരിച്ച് മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് മനുഷ്യവംശത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണം എന്നതാണ് രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യം. പാപമില്ലാത്ത ദൈവപുത്രന് ജന്മം നൽകാൻ പാപരഹിതമായ മാതൃത്വം ആവശ്യമായിരുന്നു. ഉത്ഭവ പാപവും കർമ്മപാപവും ഇല്ലാതെ ജനിച്ച കന്യകാമറിയത്തെ ഗബ്രിയേൽ മാലാഖ ദൈവഹിതം അറിയിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുന്നു. കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ഉജ്ജീർണം ചെയ്തുകൊണ്ട് മറിയത്തിന്റെ സന്നദ്ധതയെ അംഗീകരിക്കുന്നു. മാലാഖ അറിയിച്ച മംഗളവാർത്ത ദൈവം മനുഷ്യകുലത്തിനായി മുഴുവൻ തരുന്ന തന്റെ സ്നേഹ സമ്മാനമാണ്. പാപത്തിൽപ്പെട്ട് ഉഴലുന്നവരെയും ആശയറ്റവരെയും കൈപിടിച്ചുയർത്താൻ നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിട്ടുണ്ടെന്ന മംഗളവാർത്ത. ക്രിസ്മസിനോടടുക്കുന്ന ഈ നാളുകളിൽ മാലാഖ മനുഷ്യകുലത്തിന് മുഴുവൻ സന്തോഷം അറിയിച്ചതുപോലെ നമുക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ നന്മ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം പകരാം. ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.